നമ്മൾ എണീക്കില്ല, ഉറങ്ങിയിട്ടില്ല ഞാൻ. വീട്ടിൽ കുളിച്ചൊന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് ഇപ്പോൾ സമയം ഒരു 1-1:30 ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ തിരൂരൊരു അടിപൊളി മന്തി സ്പോട്ട് ഉണ്ടെന്ന് കണ്ണൻ പറയുന്നു. എവിടെയാണ് കാണാൻ? എന്താ കൗസർ മന്തി അത്രേ. അപ്പം എനിക്കാണെങ്കിൽ മന്തി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്, ഒടുക്കത്തെ ക്രേവിങ്സ്. കുറേ കാലമായി ഞാൻ നല്ല മന്തി കഴിച്ചിട്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ഇനി പോയിട്ട് ഫുഡ് കഴിക്കാം. അച്ഛന് ഉറക്കം സഹിക്കാൻ വയ്യാതെ അച്ഛൻ വന്ന് കിടന്നുറങ്ങി ഞങ്ങളുടെ ഷോപ്പിംഗ് തീരുന്നവരെ. അച്ഛാ കാരണം ഭയങ്കരമായിട്ട് റേറ്റ് ചെയ്ത കടയാണ്. അപ്പോൾ ഇനി നമുക്ക് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഈ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടപ്പാളിൽ നിന്ന് തിരൂർ വരെ പോകും. പക്ഷെ അതൊരു നഷ്ടമല്ല അല്ല അമ്മ? അച്ഛാ നമ്മളെല്ലാവരും കൂടുമ്പോഴല്ലേ നമ്മളുടെ സന്തോഷം. എന്നൊക്കെ കാണിക്കും ഞാൻ. 2 വർഷമായി 4 പേരും കൂടെ ഒന്നിച്ചുണ്ടായിട്ട്. അപ്പോൾ ഇത് വൺസിന്റെ ബ്ലൂ മൂൺ സംഭവിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ 4 പേരും ഒന്നിച്ച്. അപ്പോൾ ആ സമയം നമ്മൾ നന്നായി യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് തിരൂര് പോയി മന്തി കഴിക്കാം. അമ്മയ്ക്ക് ഏതാണ്ട് നാട്ടിലിടാനുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടി മാക്സിമം എംറ്റി ആക്കി കൊണ്ടുവന്നാലേ നമുക്ക് ഒരുപാട് സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഷോപ്പിംഗ് ഒക്കെ ഇവിടെ വന്നിട്ട് വേണം ചെയ്യാനെന്നുള്ള മൈൻഡായിരുന്നു. അതുകൊണ്ട് വന്നു, കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതിന് ശേഷം ഒട്ടും കണ്ണു തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി 1-2 മണിക്കൂർ ഉറങ്ങി. അങ്ങനെ വൈകുന്നേരമായി വന്നു. നേരെ ഷോപ്പിങ്ങിന് കുറേ ഓടി. അത് കഴിഞ്ഞ് ഒരു തരി പോലും ഒന്ന് കണ്ണ് തുറന്ന് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു 2 മണിക്കൂർ ഉറങ്ങി. ഇനി നമുക്ക് ഇപ്പോൾ രാത്രിയായി 6:30. ഇനി നമുക്ക് പോകണം, ബാക്കി ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഇന്നത്തെ പ്ലാനെല്ലാം സ്റ്റിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഭയങ്കര ബിസിയാണ്. ബട്ട് സ്റ്റിൽ ബിസി എക്സോസ്റ്റഡ് ആവാതെ അത് എൻജോയ് ചെയ്യാൻ ശ്രമിച്ചാലേ ഇതൊരു ഗുഡ് മെമ്മറി ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. കാരണം ഇതെൻ്റെ കല്യാണമല്ലേ. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നാളെ വീട്ടിൽ ഫുൾ ആൾക്കാരുണ്ടാവും. ഇന്നാണ് എൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ റിലേറ്റീവ്സും ലാസ്റ്റ് ഡ്യൂട്ടി ഇന്ന് ചെയ്ത് ഇനി വെഡിങ് കഴിഞ്ഞിട്ട് അവരൊക്കെ ജോലിക്ക് പോകും. അപ്പോൾ നാളെ തൊട്ട് വീട്ടിൽ ഫുൾ ആൾക്കാരുണ്ടായിരിക്കും. ഐ ആം സോ എക്സൈറ്റഡ്. ഒരു ചായ ഇല്ല, അത് അഭിനയിക്കുന്ന പോലെ ഉണ്ട്. ഒരു ചായ ഇല്ല, അത് അഭിനയിക്കുന്ന പോലെ ഉണ്ട്. ഇത് വീട്ടിലൊരു മെയിൻ ആളാണ് ഈ നിൽക്കുന്നത്. ഒരു നാപ്പും ഒരു ഗ്ലാസ് ചായയും കുടിച്ചപ്പോൾ ഞാനൊന്ന് ഉഷാറായി. അപ്പം ഇനി നമ്മൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ പോവാണ്. നെക്സ്റ്റ് റൗണ്ട് ഇന്നർവെയേഴ്സും നൈറ്റ് വെയേഴ്സും പിന്നെ അല്ലാതെ പുറത്ത് പോകുമ്പോഴാനുള്ളതും എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ശോഭികയ്ക്കാണ് പോയത്. ഇത് പുതിയ ഷോപ്പാണ്. ഞാൻ വന്നതിൻ്റെ ഈ ഒരു 1 ഇയറിൽ നമുക്ക് എടപ്പാൾ ഒരുപാട് പുതിയ ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങൾക്കും വന്നിട്ടുണ്ട്. അതിൽ വൺ എമംഗ് ദം ആണ് ഈ ഷോപ്പ്. അങ്ങനെ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ അമ്മ വീട്ടിലേക്കാണ്. ഇതാണ് ഈ ഭൂമിയിലെ എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ. എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ് എൻ്റെ അമ്മ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എൻ്റെ 4 അമ്മമ്മയും അമ്മച്ചനും എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. ഒരു വലിയ കൂട്ടുകുടുംബം. അതും ഈ കാലത്ത് വളരെ റെയറായിട്ട് കാണുന്ന സംഭവമാണ് ഇത്. അങ്ങനെ അവർക്ക് ഞാൻ കൊടുക്കുന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അവരെ കാണാൻ വേണം. അപ്പം ഞാൻ രാവിലെ ജസ്റ്റ് ഒരു റൗണ്ട് ഇവിടെ വന്നപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയില്ല. എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വന്ന് ഞാൻ എല്ലാവരെയും കണ്ടു. എനിക്ക് അവരെ കണ്ടപ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ എത്ര പറഞ്ഞറിയിക്കാനും പറ്റില്ല.
കാരണം ഞാൻ കാനഡയിലായിരുന്ന സമയത്ത് ഓരോ മൊമെൻറ്റും ഇവിടെ വരുന്നത് ആലോചിക്കുമ്പോൾ എൻ്റെ എല്ലാ പ്ലാനുകളിലും ഇവരാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇവർ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് വേറെ. അങ്ങനെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞ് ഇനി നേരെ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മുടെ ഫോറം സെൻറ്ററിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നാട്ടിലെത്തിയാൽ പിന്നെ നമ്മൾ ഈ ഗ്രോസറി ഷോപ്പിങ്ങിലും കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അമ്മയാണല്ലോ ഇതിൻ്റെ എല്ലാം മെയിൻ. അമ്മ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. അച്ഛനും ഉണ്ട് കേട്ടോ കൂടെ. ഞാനും കണ്ണനും അത്യാവശ്യം അപ്പുറത്ത് തെണ്ടി തിരിഞ്ഞ് കുടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കുടിച്ച് സംസാരിച്ച് അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിൻ്റെ ശേഷം അപ്പോഴേക്കും സമയം അത്യാവശ്യം വൈകിട്ടുണ്ട്. ഇനി നമ്മൾ പോയിട്ട് ഇവിടെ കട അടയ്ക്കണമല്ലോ. പിന്നെ ഞാൻ ഉറങ്ങാൻ വേണ്ടി അത്യാവശ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ അവിടെ ഡേ ടൈം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു തിരിച്ചു വന്നു. ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. ഉറങ്ങാത്തതുകൊണ്ട് കുറേ വലിയൊരു ദിവസം പോലെ ഉണ്ട് ഇന്നത്തെ ദിവസം. എന്തായാലും ഇനി ഇതിൻ്റെ ബാക്കി നാളെ. ഇന്ന് നമ്മൾ ഷോപ്പ് ചെയ്തൊന്നും കഴിഞ്ഞിട്ടില്ല. മറ്റന്നാൾ തൊട്ട് നമുക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്. നാളത്തെ ഒറ്റ ദിവസമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം എന്തൊക്കെ നടക്കാമെന്ന്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഇതുവരെ ഉള്ളത് ഒറ്റ വ്ളോഗൊക്കെയാണ്. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരുപാട് ക്ലിപ്സ് ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമോ എന്നൊക്കെ അറിയില്ല. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജനുവരി 1 തൊട്ടിട്ട് ഈ ദിവസം വരെ. അപ്പം ഇനി നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണുന്നവരെ ബൈ.